ഈ വണ്ടി ഞാൻ എടുക്കുന്നത് 2.35 lakh rupees-നാണ്. വെൽക്കം ബാക്ക് ടു സണി സൈഡ്. നമ്മൾ 390 അഡ്വഞ്ചർ എടുത്തിട്ട് ഇപ്പോൾ 3 മാസം കഴിഞ്ഞു. ഇപ്പോൾ പലരും എന്നോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു ജനറേഷൻ 390 അഡ്വഞ്ചർ എടുത്തതെന്നുള്ളത്. എന്നോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പുതിയ ജനറേഷൻ, അതായത് ഇപ്പോൾ ഇറങ്ങുന്ന 390 അഡ്വഞ്ചർ എടുക്കാൻ താല്പര്യമില്ലാത്തതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ റേറ്റ് തന്നെയാണ്. ഒരു സിംഗിൾ സിലിണ്ടർ അഡ്വഞ്ചർ ബൈക്ക് ഓൾമോസ്റ്റ് 5 lakh rupees കൊടുത്തെടുക്കാനുള്ള മനസ്സ് എനിക്ക് തോന്നിയില്ല. പിന്നെ ഞാൻ ഓൾമോസ്റ്റ് 5 years ആയിട്ട് ഹൈനസ് ആണ് ഓടിച്ചുകൊണ്ട് വന്നിരുന്നത്. ഒരു അണ്ടർ പവർഡ് ബൈക്കാണ്. അപ്പോൾ അത്യാവശ്യം ഒരു പവർഫുൾ ബൈക്ക് ഓടിച്ച് ശീലം വേണം എന്ന് എനിക്ക് തോന്നി. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും തോന്നി എന്തുകൊണ്ട് ഞാനൊരു റോയൽ എൻഫീൽഡ് 650 നോക്കിയില്ല എന്നുള്ളത്. ഞാൻ അത്ര വലിയൊരു ഇന്റർസെപ്റ്റർ അല്ലെങ്കിൽ GT ഫാൻ അല്ല, അതുകൊണ്ടാണ് ഞാൻ ബൈക്ക് നോക്കാഞ്ഞത്. പിന്നെ എനിക്ക് സ്പെസിഫിക്കലി ഈ ഒരു ജനറേഷൻ 390 തന്നെ വേണമെന്നുണ്ടായിരുന്നു. ഞാൻ ഓൾമോസ്റ്റ് ഒരു 3 മാസം OLX-ലും ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിലൊക്കെ നോക്കി നടന്നിട്ടാണ് ഈ ഒരു വണ്ടി എനിക്ക് കിട്ടിയത്. പല വണ്ടികളും ഞാൻ നോക്കിയത് ഭയങ്കരമായിട്ട് റഫ് യൂസ് ചെയ്ത വണ്ടികളൊക്കെ ആയിരുന്നു. പല വണ്ടികൾക്ക് സർവീസ് ഹിസ്റ്ററി ഉണ്ടായിരുന്നില്ല. ഒരു വണ്ടി ഞാൻ OLX-ൽ കണ്ടതാണ്. പുള്ളി സെക്കൻഡ് ഓണറാണ്. ഞാൻ പറഞ്ഞു നോക്കിയാൽ കുഴപ്പമില്ല, ഓൾമോസ്റ്റ് 3 years പഴക്കം ഉണ്ടായിരുന്നു, 12,000 kilometer ഓടിയിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ വണ്ടിയുടെ നമ്പർ ഞാൻ നോട്ട് ചെയ്തു. ഇപ്പം നിങ്ങൾ ആരാണെന്നുണ്ടെങ്കിലും ഒരു യൂസ്ഡ് വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ പ്രോപ്പർ സർവീസ് ഹിസ്റ്ററി ഉണ്ടോ എന്നുള്ളത് നോക്കാം. എസ്പെഷ്യലി KTM പോലത്തെ വണ്ടികളൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ. എനിക്ക് ഇവിടെ അടുത്ത് ഇലക്ട്രോണിക് സിറ്റി KTM സർവീസ് ആണ്. ഞാൻ നേരെ അവിടേക്ക് പോയി. ആ സമയത്ത് ഞാൻ ഈ വണ്ടിയും കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ വണ്ടിക്ക് ആകെ 3 വർഷം പഴക്കം ഉണ്ടായിരുന്നുള്ളൂ. ഇത് ഓൾമോസ്റ്റ് 4 years പഴക്കമുണ്ട്. ആ വണ്ടിക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ വിശ്വസിക്കില്ല, ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ട് പിന്നെ KTM-ലോട്ട് വണ്ടി വന്നിട്ടേ ഇല്ല. അപ്പം തന്നെ എനിക്കത് റെഡ് ഫ്ലാഗ് ആയിരുന്നു. ഞാൻ ആ വണ്ടി വേണ്ടെന്ന് വെച്ചു. ഇത് 2021 ആണെങ്കിൽ അത് 2023 ആയിരുന്നു. കാണാൻ നല്ല ഭംഗിയൊക്കെ ആയിരുന്നു. കാണുമ്പോൾ സ്ക്രാച്ച് ഒന്നും എവിടെയും കാണാനില്ല. പക്ഷേ സർവീസ് ഹിസ്റ്ററി ഇല്ലാത്തതിൻ്റെ ഒറ്റ കാരണം കൊണ്ട് ഞാനത് വേണ്ടെന്ന് വെച്ചു. നമുക്ക് പീസ് ഓഫ് മൈൻഡ് ആണല്ലോ പ്രധാനം. ആ സമയത്ത് സെയിലുണ്ടായിരുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ 390 അഡ്വഞ്ചറും ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് വന്നൊരു വണ്ടിയാണ് നമ്മുടെ ഈ കാണുന്ന 390 അഡ്വഞ്ചർ. ഇതൊരു സിംഗിൾ ഓണർ വണ്ടിയാണ്. ഞാൻ വണ്ടി എടുക്കുമ്പോൾ ആകെ 12,200 kilometers മാത്രമേ വണ്ടി ഓടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സർവീസ് ഹിസ്റ്ററി പോയി നോക്കി. പ്രോപ്പർലി എവറി 6 months വണ്ടി സർവീസിന് വന്നിട്ടുണ്ട്. എല്ലാ 6 months ഹാർഡ്ലി 2,000 kilometers ഒക്കെ വണ്ടി ഓടിയെങ്കിലേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ഓണറിനോട് സംസാരിച്ചു. പുള്ളി ഞാൻ ഓഫ് റോഡ്സ് ഒന്നും പോകാത്ത മനുഷ്യനാണ്. അത് വണ്ടി കണ്ടാലും നമുക്ക് മനസ്സിലാവും. പിന്നെ ഇത് വണ്ടിക്ക് ഒരു ചെറിയ കുഴപ്പമുണ്ടായിരുന്നത് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഒട്ടും കൈ കൊടുത്ത് ശീലമില്ലാത്ത വണ്ടിയായിരുന്നു. അതായത് 100-ന് മേലെ വണ്ടി വളരെ കുറവേ പോയിട്ടുള്ളൂ. KTM നിങ്ങൾക്ക് പലർക്കും അറിയാൻ തോന്നുന്നു, ഒരു ഹൈ റവിംഗ് എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ നമ്മളൊരു 6,000 RPM മേലെയൊക്കെ പോയി കഴിഞ്ഞാൽ വണ്ടിയുടെ ഒരു സുഖം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ ഈ വണ്ടി സിറ്റി യൂസ് വളരെ ലിമിറ്റഡ് ആണ്. ഇതിപ്പോൾ ഈ വണ്ടി ആണെങ്കിലും ഹൈനസ് ആണെങ്കിലും പ്യോർലി ഹൈവേ ഓട്ടം മാത്രമാണ്. നമ്മളിപ്പോൾ ഈ വണ്ടി എടുത്തിട്ട് ഓൾമോസ്റ്റ് ഒരു 2,700 kilometers കവർ ചെയ്തിട്ടുണ്ട്. ഇതിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഓയിൽ കുടിക്കും. വണ്ടി 12,200 kilometers-ലാണ് ഞാൻ വണ്ടി എടുക്കുന്നത്. അപ്പോൾ തന്നെ ഞാൻ ഓയിൽ മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 14,700 സംതിങ് ഓടിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് 2,500 kilometers ഓടിക്കഴിഞ്ഞപ്പോഴേക്കും ഓൾമോസ്റ്റ് ഒരു 100-150 ml ഓയിൽ കത്തിയിട്ടുണ്ട്. അപ്പോൾ ബേസിക്കലി ഞാൻ മനസ്സിലാക്കുന്നത് KTM, അപ്പോൾ LC4C എഞ്ചിൻ എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല. പ്രീവിയസ് ജനറേഷൻ KTM-ലൊക്കെ നമ്മൾ അത്യാവശ്യം കൈ കൊടുത്ത് ഓടിക്കുന്ന ഒരാളാണ് ുണ്ടെങ്കിൽ ഒരു 1,000 kilometers ഒക്കെ കൂടുമ്പോൾ ഒരു 50 ml ഓയിൽ വെച്ച് കുറയുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇപ്പം തന്നെ കണ്ടോ, നിങ്ങൾക്ക് ഓയിലിൻ്റെ ലെവൽ നോക്കിക്കഴിഞ്ഞാൽ അതിലൊന്നും കാണുന്നില്ല. വണ്ടി നേരെ പിടിച്ചാലാണ് കാണാൻ പറ്റാമെന്ന് പറയാം. പക്ഷെ നേരെ പിടിച്ചാലും പ്രോപ്പറായിട്ട് കാണില്ല. പിന്നെ ഓയിൽ പ്രഷർ സെൻസറൊക്കെ ഉള്ളതുകൊണ്ട് ഓയിൽ പ്രഷർ അങ്ങനെ ലോ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിസ്പ്ലേ പറയാൻ പറ്റും. നിങ്ങൾ ഓയിൽ മാറിയിട്ടുണ്ടെങ്കിൽ ഒരു 4,500-5,000 kilometers-ന് മേലെ ഓടണ്ട എന്ന് ഞാൻ പറയത്തുള്ളൂ. ഒരു 5,000 ഒക്കെ ആകുമ്പോഴേക്കും ഓയിൽ മാറുക. ഞാൻ അടുത്ത് ഇനി മാറാൻ പോണ മോട്ടോറെക്സിൻ്റെ ഓയിലാണ്. കുറേ നല്ല റിവ്യൂസ് ആണ് ഓയിലിന് കേൾക്കുന്നത്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. കഴിഞ്ഞൊരു 3 മാസം മുൻപേ വരെ KTM ഉപയോഗിച്ചിരുന്നത് മോട്ടോളുടെ എഞ്ചിൻ ഓയിലായിരുന്നു. ഇപ്പോൾ അത് മാറി HP-യുടെ പ്രോലൂബ് ആയിട്ടുണ്ട്. ട്രയംഫിലും റീസെൻ്റ് ഞാൻ അറിയാൻ കഴിഞ്ഞത് HP-യുടെ പ്രോലൂബ് ഓയിൽ തന്നെയാണ് അവരും യൂസ് ചെയ്യുന്നത്. ഇത് ബുദ്ധിമുട്ട് ഫേസ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഒരു എക്സ്റ്റൻഡ് വാറണ്ടി അല്ലെങ്കിൽ വാറണ്ടി ഉള്ളൊരു വണ്ടിയാണ്. വാറണ്ടി ഉള്ള വണ്ടിയാണെങ്കിൽ നമുക്ക് ഓബ്വിയസ്ലി അറിയാം കമ്പനി സർവീസിന് കൊടുത്തേ പറ്റുള്ളൂ എന്നുള്ളത്. അവിടെ ഓയിലും മാറണം. അപ്പോൾ ഈ ഓയിൽ നമ്മുടെ വണ്ടിക്ക് എത്രത്തോളം നല്ലതാണ് അല്ലെങ്കിൽ ചീത്തയാണെന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ഞാൻ ഇതുവരെ ചോദിച്ചിരുന്നത് മോട്ടോളുടെ 7100 ആണ്. അതിനും അത്യാവശ്യം ഓയിൽ ബേൺ ഉണ്ട്. അപ്പോൾ അതിൽ കുറഞ്ഞ ഓയിലൊക്കെ ആകുമ്പോൾ എന്തായിരിക്കും എന്നുള്ളത് ചെറിയൊരു കൺസേൺ സത്യം പറഞ്ഞാൽ എനിക്കുണ്ട്. പിന്നെ ഈ ഒരു ജനറേഷൻ 390 അഡ്വഞ്ചറിനെ കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ റെയർ ഷോക്ക് അത്യാവശ്യം നല്ല സ്റ്റിഫാണ്. ഒരു പില്യൻ കൂടി ഉണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. പക്ഷെ നിങ്ങൾ കൂടുതലും സോളോ പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല അടി നിങ്ങൾക്ക് നടുവിന് കിട്ടും. ഞാൻ എൻ്റെ ഷോക്സ് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. ഈ ജനറേഷൻ അഡ്വഞ്ചർ ലാസ്റ്റ് ഇറങ്ങിയ സ്പോക്ക് വീൽ എഡിഷൻ ഉണ്ട്. അതിൻ്റെ റെയർ ഷോക്ക് വരുന്നത് അഡ്ജസ്റ്റബിൾ ആണ്. അത് ഓൾമോസ്റ്റ് 7,000 rupees നമുക്ക് KTM തന്നെ വാങ്ങിക്കാൻ കിട്ടും. ഞാനത് ഈ അടുത്ത് തന്നെ മാറുന്നതായിരിക്കും. പിന്നെ ഈ കാണുന്ന ഫോഗ് ലാംപ്സ് നമ്മുടെ ഹോണ്ട ഹൈനസ് ഞാൻ അഴിച്ചു മാറ്റിയതാണ്. ദിസ് ഇസ് മോർ ദൻ എനഫ്. എന്നോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര വലിയ LEDs-നൊന്നും ആവശ്യമില്ല. അത് ഒതുങ്ങി അങ്ങോട്ട് ഇരുന്നോളൂ. പിന്നെ ഈ കാണുന്ന ഫോൺ മൗണ്ടും ഞാൻ ഹൈനസ് നൂരിയെടുത്തത് തന്നെയാണ്. പിന്നെ ക്രാഷ് കാർഡ് അവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സ്ലൈഡർ കാണാം. ഞാനത് ആർട്ട് ഓഫ് മോട്ടോർ സൈക്കിൾസ് നിന്ന് വാങ്ങി വെച്ചതാണ്. ഇൻ കേസ് വണ്ടി ഒന്ന് കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും വണ്ടി സേഫ് ആയിരിക്കും. ആ സ്ലൈഡർ ആയിരിക്കും ഇമ്പാക്ട് മൊത്തം എടുക്കുക. ഇനി ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ ആർക്കെങ്കിലും ഈ പറഞ്ഞ പോലെ ഒരു യൂസ്ഡ് KTM, അതിപ്പോൾ ഡ്യൂക്ക് ആയിക്കോട്ടെ, അഡ്വഞ്ചർ ആയിക്കോട്ടെ, 250 ആവാം, 390 ആവാം, ഞാൻ ശ്രദ്ധിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ആദ്യം തന്നെ വേണ്ട ഒരു കാര്യമാണ് ക്ഷമ അഥവാ പേഷ്യൻസ്. നമുക്ക് ഓടിക്കേറി നമുക്ക് വണ്ടി നാളെ തന്നെ എടുക്കണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി നിൽക്കരുത്. നിങ്ങൾ യൂസ്ഡ് വണ്ടിയാണ് എടുക്കുന്നത്, നിങ്ങൾക്ക് ഫണ്ട് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഫണ്ട് അറേഞ്ച് ചെയ്ത് വെക്കാം. അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അതാകുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ഒരു ഓണറിൻ്റെ കയ്യിൽ നിന്ന് വണ്ടി നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ കേരളത്തിലാണെങ്കിലും ഇഷ്ടംപോലെ യൂസ്ഡ് ബൈക്ക് ഷോറൂംസ് ഒക്കെ ഉണ്ട്. അവരുടെ അടുത്തും നല്ല വണ്ടികളൊക്കെ ഉണ്ടാവാറുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് ലോൺ ഇട്ട് തന്നെ മേടിക്കാം. പിന്നെ മാർക്കറ്റ് പ്രൈസ് നോക്കിയപ്പോഴും ഓൾമോസ്റ്റ് 2.3-2.5 എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ വണ്ടി ഞാൻ എടുക്കുന്നത് 2.35 lakh rupees-നാണ്. ഈ വണ്ടിക്ക് മാർച്ച് 2031 വരെ എക്സ്റ്റൻഡ് വാറണ്ടി ഉണ്ട്. എക്സ്റ്റൻഡ് വാറണ്ടിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് KTM
KTM ഞാൻ അന്വേഷിച്ച് പറയാൻ കഴിഞ്ഞത്, ഇപ്പോൾ നിങ്ങൾ നോക്കുന്നത് വാറണ്ടി അല്ലെങ്കിൽ എക്സ്റ്റൻഡ് വാറണ്ടി ഉള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഓണറിന് വരെ ആ വാറണ്ടി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. സെക്കൻഡ് ഓണറിൽ നിന്ന് തേർഡ് ഓണർഷിപ്പിലോട്ട് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ്റ്റൻഡ് വാറണ്ടിയോ ഒന്നും നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ആവുന്നതും നിങ്ങളൊരു സിംഗിൾ ഓണർ ബൈക്ക് കിട്ടുമോ എന്നുള്ളത് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ക്ഷമയോടെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ എന്തായാലും കിട്ടും. ഞാൻ നോക്കി അന്വേഷിച്ചു, എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റി. എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കും കണ്ടുപിടിക്കാൻ പറ്റും. ജസ്റ്റ് ക്ഷമയോടെ ഒന്ന് കാത്തിരുന്നാൽ മതി. എൻ്റെ ഈ വണ്ടി 12,000 കിലോമീറ്റേഴ്സ് മാത്രമാണ് ഓടിയിരുന്നത്. ആവുന്നതും ഒരു 25,000 താഴെയുള്ള ഒരു സിംഗിൾ ഓണർ വണ്ടി കിട്ടിയാൽ അത്ര നല്ലത്. 25,000 മേലെ പോയാലും കുഴപ്പമൊന്നുമില്ല. ഗിവൺ ഒരു വെൽ മെയിൻറ്റെയിൻ ബൈക്ക് ആണെന്നുണ്ടെങ്കിൽ പേടിക്കാൻ ഒന്നും തന്നെയില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഏത് വണ്ടിയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഓണറിനോട് സംസാരിക്കുക, വണ്ടിയുടെ നമ്പർ മേടിക്കുക, KTM പോയി പ്രോപ്പർ സർവീസ് ഹിസ്റ്ററി ഉണ്ടോ എന്നുള്ളത് നോക്കുക, ആക്സിഡൻറ്റ് ക്ലെയിമോ റീപ്ലേസ്മെൻറ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കാവുന്നതാണ്. ഒരു പോലീസുകാരൻ വന്നിട്ട് പറഞ്ഞു, ഇവിടുന്ന് പൊയ്ക്കോ, ഈ സ്ഥലം അത്ര സേഫ് അല്ല എന്നുള്ളത്. മൊത്തത്തിൽ കാണുമ്പോൾ ഒരു വിജൃംഭിച്ച സ്ഥലം. വാറണ്ടി ഉള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമായിട്ടില്ല. വാറണ്ടി കഴിഞ്ഞ വണ്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം വണ്ടികളെക്കുറിച്ച് നോളജ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആർക്കെങ്കിലും വണ്ടികളെക്കുറിച്ച് അത്യാവശ്യം നോളജ് ഉണ്ടെങ്കിൽ അവരെയും കൊണ്ടുപോകാം. അവർക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ KTM ആയതുകൊണ്ട് തന്നെ സർവീസും അത്യാവശ്യം എക്സ്പെക്ട് ചെയ്യാം. കാരണം ഒരു ജനറൽ സർവീസ് തന്നെ ഓൾമോസ്റ്റ് ഒരു 5,000 to 6,000 ഇടയിൽ വരാറുണ്ട്. ഞാൻ എൻ്റെ 390 എടുത്തപ്പോൾ ശ്രദ്ധിച്ച കാര്യങ്ങൾ ഇതൊക്കെ തന്നെയായിരുന്നു. അത്യാവശ്യം നല്ലൊരു വണ്ടി തന്നെയാണ് എനിക്ക് കിട്ടിയത്. ആൻഡ് ഐ എം വെരി ഹാപ്പി വിത്ത് പർച്ചേസ്. പിന്നെ ഹോണ്ട പോലെയല്ല, സർവീസിൽ കുറച്ചൊന്നും ശ്രദ്ധിക്കണം. ഹോണ്ട കമ്പനി പറയും 6,000 കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ എവറി 6 months സർവീസിന് കൊണ്ടുവന്നാൽ മതി എന്നുള്ളത്. അതൊക്കെ നോക്കി നമുക്ക് കണ്ടും പൂട്ടി പോകാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ KTM അതേപോലെയല്ല, നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ അത്രയൊക്കെ തന്നെയുള്ളൂ. 390 അഡ്വഞ്ചർ എടുത്തു കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതാണ്. കൂട്ടത്തിൽ നിങ്ങൾ ആരെങ്കിലും ഒരു യൂസ്ഡ് KTM എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി ഒരു വീഡിയോ കാണുന്നവരെ ദിസ് ഇസ് മീ സണി. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. റൈഡ് സേഫ്. ബൈ.